ലീഡറിനെ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത്? തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് പയ്യന്നൂർ ഗാന്ധിമൈതാനത്തേക്ക് ചീറിപ്പായ എന്ന വണ്ടിയിൽ ലീഡർ ചെയ്യുക വരുന്ന ആ വരവ് തന്നെ ഒരു വളരെ മാസവരവാണ്. ആ ലീഡർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരാളായിട്ടുള്ള ഒരു വിദ്യാർത്ഥി അപ്പോൾ എനിക്ക് നന്നായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ അറിയാം. അന്നൊക്കെ കൊച്ചുനാൾ വിളിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ലീഡറെ പ്രസംഗം ലീഡറെ കാണുന്നത്. പിന്നീട് ലീഡറുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്നത് ഞാൻ KSU സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആണ്. ഈ എപ്പോഴും ഒരു നേതാവ് നമ്മളെ പേര് വിളിക്കുന്ന പോയിന്റിലാണ് ആ നേതാവും ആ അണിയും അല്ലെങ്കിൽ ആ ചെറിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില കൂട്ടത്തിൽ നിന്ന് ഒരാളെ പേര് ചൊല്ലി വിളിച്ചു എന്നാണ് പലപ്പോഴും ഒരാളുടെ ഒരു മാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ ഒരു വല്ലാത്ത വാത്സല്യം എനിക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ലീഡർ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള വാത്സല്യം മുഴുവൻ കോരിച്ചൊരിഞ്ഞു തരും. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ KSU പ്രസിഡൻ്റായിരുന്നു. ഞാൻ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ ഏതാൾക്കൂട്ടത്തിൽ കാണുമ്പോഴും ആ വേണു എന്നുള്ളൊരു വിളിയുണ്ട് പുള്ളിയുടെ. പറ്റുന്ന അപ്പോഴൊക്കെ തന്നെ യാത്രകളിൽ പുള്ളി എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പുള്ളിയുടെ സ്നേഹം മറ്റുള്ളവർക്കും പ്രകടമാവും. അസൂയ തോന്നിപ്പിക്കത്തക്കവണ്ണം മറ്റുള്ളവരിൽ അന്ന് സർവ്വപ്രതാപിയായിട്ട് നിൽക്കുന്ന നേതാവല്ലേ ലീഡർ. ആളുകളൊക്കെ പറയില്ലേ നീ പിന്നെ K കരുണാകരൻ്റെ ആളാണോ? അങ്ങനെ അപ്പോൾ സർവ്വ പോലീസും സന്നാഹങ്ങളും എല്ലാം നിൽക്കുന്ന സമയത്ത് അപ്പോൾ പുള്ളി അത് ബോധ്യപ്പെടുത്തുമായിരുന്നു. ഇവൻ എൻ്റെ ആളാണെന്നും കൂടെ ബോധ്യപ്പെടുത്തുമായിരുന്നു. ആ ഒരു അതിൽ പുള്ളി അത്രയും സ്നേഹം തന്ന ഒരാളാണ്.